റോഷിപാൽ ക്രൂരമായ ലൈംഗികാതിക്രമത്തിന്റെ വിവരങ്ങളാണ് ഈ മൊഴിയിൽ അതിജീവിത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ കേസിനേക്കാൾ ഗൗരവമുള്ളതായി രണ്ടാമത്തെ കേസ് മാറുകയല്ലേ? നേരത്തെ ഹരിമോഹൻ നിർത്തിയെടുത്ത് തുടങ്ങാം. കാരണം ഈ പെൺകുട്ടി ഭയജിഗതിയാണ്. ഞാനിപ്പോൾ അല്പം മുമ്പ് ആ ഇരയായ പെൺകുട്ടി അതിജീവിതയുമായി സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ ആശങ്കയോടെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം തനിക്കെന്തെങ്കിലും അപകടം വരുമോ എന്നതാണ്. അത്രയും ഭയചകിതരാണ്. കാരണം ആദ്യത്തെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആ പെൺകുട്ടിയെ പോലീസ് മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ പ്രചാരണം വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർ നടത്തുകയുണ്ടായി. അതാണ് പിന്നീട് മറ്റേതെങ്കിലും പെൺകുട്ടികൾ പരാതിയുമായി കടന്നു വരാതിരിക്കാൻ കാരണം. അങ്ങനെയെങ്കിൽ ഇനി ആരും പരാതിയുമായി വരാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് കൂടിയാകാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ ചെയ്തിട്ടുണ്ടാവുക. സമാനമായ ഒരു ആശങ്ക ആ പെൺകുട്ടിക്കുമുണ്ട്. അങ്ങനെ ക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയത്. ഏതാണ്ട് ആ പെൺകുട്ടി ഒരു തരത്തിലും ചിന്തിക്കാത്ത തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായിയായ ഫെനി നൈനാനും ചേർന്ന പെൺകുട്ടിയെ ഒരിടത്തേക്ക്. കാരണം ഈ രണ്ടുപേരെയും ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ക്രൂരമായ പീഡനം അവൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അവൾക്ക് തടയാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൂരമായ പീഡനം, ഇടയിൽ ആരോഗ്യ പ്രശ്നമുണ്ടായി ജീവൻ പോലും നഷ്ടമാകുമെന്ന് ഭയന്നുപോയി ആ പെൺകുട്ടി. പിന്നീട് ദീർഘകാലമായി അതിന്റെ മാനസികാഘാതത്തിൽ ആ കുട്ടിയും കഴിയുകയാണ്. എത്ര ക്രൂരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായ പീഡനം. ആദ്യത്തെ പെൺകുട്ടിക്കുണ്ടായ അതിനേക്കാൾ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ പെൺകുട്ടിയാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകാൻ തയ്യാറായത്. ആ പെൺകുട്ടി പരാതി KPCC അധ്യക്ഷന് കൈമാറി. KPCC അധ്യക്ഷൻ കൈമാറിയ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പരാതിയിൽ എടുത്ത കേസാണ്. കാരണം ഈ പെൺകുട്ടി സണ്ണി ജോസഫിന്റെ ഇമെയിലിലേക്ക് അയച്ച സന്ദേശമാണ്. ആ സന്ദേശം സണ്ണി ജോസഫ് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് മേധാവിക്ക് കൈമാറി. അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ കേസിലുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ പരാതികൾ, ഒന്നിൽ കൂടുതൽ മൊഴികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കോടതിക്കകത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇനിയുമേറെ പെൺകുട്ടികളുണ്ട്, ഇനിയുമേറെ യുവതികളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരമായ പീഡനത്തിന്റെ ഇരകൾ. അത് ഗർഭചിത്രം ഭീഷണിപ്പെടുത്തി നടത്തിയ ഇരകൾ പോലുമുണ്ട്. നിരവധി അശ്ലീല സന്ദേശങ്ങൾ അയക്കപ്പെട്ട മാനസികാഘാതം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ രാഹുൽ എന്ന പെൺവേട്ടക്കാരന്റെ ഇരകളായ നിരവധി പേർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതിൽ രണ്ടാമത്തെ പരാതിയാണിത്. ഇനിയും ഒട്ടേറെ പേർ, അവരൊക്കെ ഭയചകിതരാണ് സുജയ. കാരണം പരാതിയുമായി മുന്നോട്ട് വന്നാൽ വലിയ ആക്രമണം നേരിടേണ്ടി വരും, പിന്നീട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും എന്നതാണ് അവരെ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരൊന്നും പരാതി പറയാത്തത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കാര്യം വ്യക്തമായതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും VD സതീശൻ തള്ളിപ്പറയുകയും ഒരു കാരണവശാലും പാർട്ടിയിൽ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ നിർബന്ധിതമായി രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിലെ നേതൃത്വം പുറത്താക്കേണ്ട സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പിന്തുണ നൽകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവ് ജീവിതം. ഏതായാലും രണ്ടാമത്തെ മൊഴി വന്ന സാഹചര്യത്തിൽ ഇനി കോടതി എടുക്കുന്ന നിലപാട്, അതിനപ്പുറത്തേക്ക് പോലീസിന്റെ നീക്കങ്ങൾ നിർണായകമാകും. സുജയ, അതിജീവിതയുടെ മൊഴിയെടുത്തിരിക്കുകയാണ് ഹരിമോഹൻ. ഇപ്പോൾ G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തിരിക്കുന്നു. ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യത്തിന്മേലുള്ള ഉത്തരവ് കൂടി പരിശോധിച്ച ശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്? പ്രത്യേകിച്ചും ഈ കേസ് ആദ്യം വന്ന കേസിനേക്കാൾ മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിലല്ലേ ഇപ്പോൾ ആ മൊഴിയുടെ ഉള്ളടക്കം? ില്ല. കാരണം ആദ്യത്തെ കേസിൽ നിരവധിയായിട്ടുള്ള വാദഗതികൾ മുന്നോട്ട് വെച്ചിട്ട് പോലും കോടതി അറസ്റ്റ് തടഞ്ഞില്ല. അതിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അറസ്റ്റ് തടയാതെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു സെഷൻസ് കോടതി. ഇപ്പോൾ അതിനേക്കാൾ ഗുരുതര സ്വഭാവത്തിലുള്ള അതിജീവിതയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങൾ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ കോടതി വാദം കേൾക്കുകയാണ്. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാദം കേൾക്കുന്നത്. കാരണം അതിജീവിതയുടെ മൊഴിയുണ്ട്, അതിൽ ഇതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ആ സ്വകാര്യത മാനിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കുന്നത്. ഇത്ര ദിവസവും ഒരു ആശങ്ക ഉണ്ടായിരുന്നത് ഈ പേടിയുള്ളതുകൊണ്ട്, ഭയമുള്ളതുകൊണ്ട് അതിജീവിത മൊഴി നൽകാൻ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ നിരന്തരം അതിജീവിതയോട് സംസാരിച്ചു. അങ്ങനെ ഒടുവിൽ അതിജീവിത മൊഴി നൽകാൻ തയ്യാറായ മൊഴി കേരളത്തിന് പുറത്തെത്തിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP G. പൂങ്കുഴലി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മൊഴിക്കകത്ത് പറയുന്നതനുസരിച്ച് കൊണ്ടുള്ള വിവരങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ
ഡിജിറ്റൽ തെളിവുകൾ കൂടി അതിജീവിത കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാട്സപ്പ് ചാറ്റും കോൾ റെക്കോർഡും അടക്കമുള്ള കാര്യങ്ങൾ കൂടി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതാണ് മുദ്രവെച്ച കവറിൽ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. നിരന്തരമായി, അതായത് ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്, അതും ക്രൂരമായി ആക്രമിച്ചത് എന്നുള്ളതാണ് ആ മൊഴിക്കകത്ത് പറയുന്നത്. മാത്രമല്ല അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കില്ല എന്ന് ആദ്യം വിവാഹ വാഗ്ദാനം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയോട് പറയുകയാണ്. അതോടുകൂടി ശാരീരികമായും മാനസികമായും അതിജീവിത തകരുന്നു. പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നാലെ ചെല്ലുകയാണ്. കാറുമായി ചെന്നുകൊണ്ട് താൻ വിളിക്കുന്നിടത്തേക്ക് വരണമെന്ന് രാഹുൽ ആവശ്യപ്പെടുകയാണ്. അതൊന്നും തന്നെ അതിജീവിത ഒരു ഘട്ടം കൂടി പോലും അതിജീവിത കൂടെ പോകാൻ തയ്യാറായില്ല. അതിനുശേഷം ഫോൺ വിളിച്ചത് അസഭ്യം പറഞ്ഞതായും അതിജീവിതയുടെ മൊഴിക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബലാത്സംഗം നടക്കുന്നതിനിടെ നിരവധി തവണ പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും അടക്കം തനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ടും ആ ക്രൂരകൃത്യം പ്രതി തുടരുകയായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിജീവിത തന്റെ മൊഴിയിൽ പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അതിന്റെ ക്രൂരകൃത്യമാണ് നടന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇന്ന് സമർപ്പിച്ച അതിജീവിതയുടെ മൊഴി അടക്കമുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ വലിയ ഈ മുൻകൂർ ജാമ്യം തള്ളുന്നതിന് വേണ്ടിയുള്ള ബലം നൽകുന്ന തെളിവുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് തുടക്കം മുതൽക്ക് തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത് പരാതി കൊടുത്തിട്ടുള്ളത് KPC പ്രസിഡന്റിനാണ്. രാഹുലിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെയാണ് ആ പരാതി കൈമാറിയെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതേസമയം രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് അതിജീവിതയുടെ ഊരോ പേരോ മറ്റു വിവരങ്ങളോ ഒന്നുമില്ലാതെ അതാണ്. പക്ഷേ ഇപ്പോൾ മൊഴി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ ഉണ്ട് എന്നത് അന്വേഷണ സംഘത്തിന് കൃത്യമായി സ്ഥാപിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്.